എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളിൽ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ന്യൂ ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ്. അതായത് നമുക്കറിയാം, നമ്മളുടെ ആർട്ടിക്കിൾ 324 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം നമുക്കൊരു ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മുതൽ നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ MLA-മാരെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള ഇലക്ഷനുകൾ നടത്തുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം നമ്മളൊരു ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കണ്ടക്ട് ഇലക്ഷൻ ടു പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ടു ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അല്ലെ, പത്രത്തിൽ നമുക്കൊരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇലക്ഷൻ മേൽനോട്ടം വഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ് അനൂപ് ചന്ദ്ര പാണ്ഡെ എന്നയാളാണ്. അതൊരു റിട്ടയർഡ് ഓഫീസർ, IAS ഓഫീസർ ഫ്രം UP, ഉത്തർപ്രദേശ് കേഡറിലുള്ള ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ് അനൂപ് ചന്ദ്ര പാണ്ഡെ. അദ്ദേഹത്തെയാണ് നമ്മൾ പുതിയ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ നമുക്കറിയാം, 1989 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് സിംഗിൾ മെമ്പർ ആയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമ്മൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും എന്താണ്, 2 ആളുകളെ കൂടി കൂടുതൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ദോ വി വിൽ ഡിസ്കസ് സംതിങ് അബൌട്ട് ദ കോമ്പോസിഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇദ്ദേഹത്തെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? പ്രസിഡന്റ് അപ്പോയിന്റ്സ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അതായത് രാഷ്ട്രപതിയാണ് ഈ ഇലക്ഷൻ കമ്മീഷണറെയും അദ്ദേഹത്തിന്റെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. When any other election commission is appointed, chief election commissioner acts as the election commission's chairperson. അതായത് നമുക്കറിയാം, ഇതൊരു 3 അംഗ സമിതി ആകുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 65 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ഒരു ടെന്യൂർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 59 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ 6 വർഷം 65 വയസ്സ് വരെ, അല്ലെങ്കിൽ ഇൻ കേസ് 63 വയസ്സുള്ള ഒരാളാണെങ്കിൽ മാക്സിമം 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം വരുന്നത്, 65 വയസ്സാണോ അതോ 6 വർഷമാണോ ആദ്യം വരുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ ആയിട്ട് കണക്കാക്കിയിരുന്നത്. The tenure of office and the condition of service of all the commissioners shall be determined by the President of India. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ടൈമുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ മറ്റ് സർവീസുകൾ കണ്ടീഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ തീരുമാനം എടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. The chief and other 2 election commissioners have the same powers and emoluments including salaries which is the same as Supreme Court judge. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറും എന്ന വ്യത്യാസം അവരുടെ സാലറീസിലും അവരുടെ അധികാരങ്ങളിലും മറ്റ് ആനുകൂല്യങ്ങളിലോ വരുന്നില്ല. എല്ലാ ആളുകൾക്കും നമ്മളുടെ ഒരു സുപ്രീം കോടതി ജഡ്ജിന് കിട്ടുന്ന അതേ സാലറി തന്നെയാണ് ഈ 3 ആളുകൾക്കും ലഭിക്കുക. In case of difference of opinion amongst chief election commissioners and 2 other election commissioner, the matter is decided by the commission by a majority. അതായത് ഉദാഹരണം 2-3 ആളുകളാണ് നമ്മൾ പറഞ്ഞു, ഒരു ഇലക്ഷൻ കമ്മീഷണർ ഒരു 3 മെമ്പർ ബോഡിയാണ് എന്ന് പറയുന്നു. അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി വരുന്ന ആളുകളുടെ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും 2 പേര് പറയുകയാണ്, 2 പേര് പോയിന്റ് നമ്പർ A അല്ലെങ്കിൽ ഒരാൾ പോയിന്റ് B ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഏറ്റവും മെജോറിറ്റി ഏതാണ്? പോയിന്റ് എനെ അപ്പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് എനെ ഓപ്റ്റ് ചെയ്യുന്ന മെജോറിറ്റി ആണെങ്കിൽ അതിനെയായിരിക്കും അത് തീരുമാനിക്കപ്പെടുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യപ്പെടുക. ഇൻ കേസ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, എന്തെങ്കിലും തരത്തിൽ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും കമ്മീഷൻ മുന്നോട്ട് പോവുക. They can resign at any time by addressing their resignation to the President of India. രാഷ്ട്രപതിയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. രാഷ്ട്രപതിയിലേക്ക് തന്നെയാണ് രാജിക്കത്തും സമർപ്പിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷണർ can be removed from his office in the same manner and on the same grounds of ജഡ്ജ് ഓഫ് സുപ്രീം കോടതി. ഒരു ജഡ്ജിനെ പുറത്താക്കുന്ന നടപടിക്രമങ്ങൾ വേണം ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുവാനുള്ള നടപടികൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പോയിന്റ്, അതായത് നമ്മുടെ അനൂപ് ചന്ദ്ര പാണ്ഡെ, അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു
സമയത്ത് ആവശ്യമായിട്ട് വരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വി ഷുഡ് നോ ദ ന്യൂ അപ്പോയിന്റ്മെന്റ് ആസ് വെൽ. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു, അതിന്റെ ഒരു സബ്സിഡിയറി ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. വി ഓൾറെഡി ഹാവ് എ കൈൻഡ് ഓഫ് എ ഡീറ്റെയിൽഡ് ക്ലാസ് ഓൺ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ന്യൂ നോംസ് ഫോർ ഡിജിറ്റൽ കോണ്ടന്റ് കോണ്ടെക്സ്റ്റ്. നമുക്കറിയാം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ COVID-19 തുടങ്ങിയതിനു ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മളുടെ KG ക്ലാസ്സുകൾ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ വരെയുള്ള മേഖലകളിൽ എന്താണ് എല്ലാ ആളുകളും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ ഇവിടെ രണ്ട് തരത്തിലുള്ള വിഭാഗം ആളുകളുണ്ട്. അതായത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകളുണ്ട്, സാധാരണ ആളുകളുമുണ്ട്. അപ്പൊ നമ്മൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ കണ്ടന്റ് കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ വ്യക്തികൾക്ക് ഇത് അക്സസിബിൾ ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആകുന്നത്. കുറെ തലങ്ങളിലുള്ള പ്രിവിലേജ് തലങ്ങളിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നേക്കുന്നത് എന്താണ്? ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് എങ്ങനെയാണ് അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുക? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻഗേജിങ് ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പുതിയ നോമാണ് ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ചില ഗൈഡ് ലൈനുകളുണ്ട്. നമുക്കറിയാം COVID-19 കാരണം പലപ്പോഴും എന്താണ് ഈ തരത്തിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് ബാധിച്ചിരിക്കുന്നത്. ആ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്കാണ്. ഏത് തരത്തിലുള്ള കുട്ടികൾക്കും, ദിസ് ചിൽഡ്രൻ വിത്ത് എനി കൈൻഡ് ഓഫ് ഡിസബിലിറ്റീസ്. നമ്മൾ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ കേൾവിക്കുറവുള്ള കുട്ടികളുണ്ടാവും, കാഴ്ചക്കുറവുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ കണ്ടന്റ് ലഭിക്കുക എന്നുള്ളതാണ്. According to a recent study, more than half of the NCERT textbook available on the Diksha platform were not accessible for visually impaired students. നമുക്കറിയാം NCERT ബുക്കുകൾ എല്ലാം അവൈലബിൾ ആണ്, PDF അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോപ്പി ഇല്ല എങ്കിൽ പോലും എന്താണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ കണ്ടന്റ് ലഭിക്കാൻ പാടുന്നില്ല. പക്ഷേ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുക? അതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. The guidelines provide strategies to produce supplementary content for varying disabilities, including students who face visual and hearing challenges, those on an autism spectrum, those with intellectual or special learning disabilities, and those with multiple disabilities. ഓരോ ആൾക്കാർക്കും അക്സസിബിൾ ആയിട്ടുള്ള, അവർക്ക് വേണ്ടുന്ന രീതികളിൽ അല്ലെങ്കിൽ ഡിജിറ്റലി അക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു കണ്ടന്റുകൾ നൽകുക എന്നതാണ് ഒരു വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ ആൻഡ് സൈൻ ലാംഗ്വേജസ് വിത്ത് ടേൺ ഓഫ് ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരണം. അതായത് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റുകൾ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഓൾ ടെക്സ്റ്റ് ബുക്ക് ബി made digitally accessible in a phrased manner. They can be made available in multiple formats such as text, audio, video and sign language with turn on and turn off features. ഇത്തരത്തിലുള്ള ഒരു പുതിയ രീതികളിലേക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് സിസ്റ്റം മാറണം എന്നുള്ളതാണ് ഈ ഒരു ഗൈഡ് ലൈൻ കൊണ്ട് ഉദ്ദേശമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള പല അല്ലെങ്കിൽ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി എന്ത് ചെയ്യണം? We will have to include those people, those students in the spectrum in the web of education. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ we are violating certain rights of citizen, especially students. അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് നാൾ മുമ്പത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പല ആർട്ടിക്കിളുകളും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഈ തരത്തിലുള്ള ഡിവൈസുകളുടെ ആക്സസിബിലിറ്റി കുറവാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, റൂറൽ അർബൻ ഡിവൈഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഡേറ്റ അവൈലബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ ചില വിഭാഗത്തിൽ കൂടുതലും ചിലയിടത്ത് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസ്പാരിറ്റീസ് ഉള്ളപ്പോൾ തന്നെ അവിടെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടിങ്
ഫെസിലിറ്റി കൂടി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുന്നുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സ് ആർ നോമിനേഷൻ ഓഫ് എക്സ്പെർട്ട് ടെക്നിക്കൽ ടീം ടു അപ്ഡേറ്റ് ദ ദിക്ഷ പ്ലാറ്റ്ഫോം, followed by training and development of prototypes and accessible digital textbooks, effective implementation of the guidelines. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ആധുനിക അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദ ഫിസിക്കലി ചലഞ്ച് സ്റ്റുഡൻസ് ആസ് വെൽ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് വരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്, എസ്പെഷ്യലി ഫ്രം അരുണാചൽ പ്രദേശ്. അതായത് an administrative circle in Arunachal Pradesh has scaled up vaccination among those above 45 years of age with free rice offer. അതായത് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാക്സിൻ അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ അല്ലെങ്കിൽ പ്രിവെന്റീവ് വാക്സിൻസ് നൽകുന്ന ഒരു പേസ് വളരെ കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? ബൈ ഓഫറിംഗ് ഫ്രീ റൈസ്. നമുക്കിതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളായിട്ട് ചിലപ്പോൾ പ്രിലിംസിനോ അല്ലെങ്കിൽ PSCക്ക് ഒക്കെ ചോദിച്ചേക്കാം, ഏത് സംസ്ഥാനമാണ് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അരി നൽകാം, അല്ലെങ്കിൽ അരി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അരി ഓഫർ ചെയ്തുകൊണ്ട് ഫ്രീ റൈസ് ഓഫർ നൽകിക്കൊണ്ട് ഡോസിങ് അല്ലെങ്കിൽ വാക്സിനേഷൻ ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. Some districts in the northeast are among the lowest vaccination coverage in India. Rumors such as COVID-19 vaccine causing impotency and microchips being injected through them have deterred many in the northeast from taking the vaccine. Request as well as threats have not worked in persuading people to take vaccine. പലപ്പോഴും എന്താണ് പല ത്രെറ്റ്, അതായത് ആളുകൾ ഇത്തരത്തിലുള്ള COVID-19 വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വഴി പലപ്പോഴും എന്താണ് ഇതിൽ മൈക്രോ ചിപ്പുകൾ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനെ ഒരു ഇമ്പോർട്ടൻസിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യാൻ ആളുകൾ ഇതിൽ വാക്സിനേഷൻ എടുക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ ഫ്രീ റൈസ് ഓഫർ എന്ന് പറയുന്നത്. Various strategies are being formulated to improve vaccination coverage, announcing 20 kg of rice free to each person aged 45 plus who came forward to get inoculated have provided a boost to the vaccination drive. അതായത് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 20 കിലോഗ്രാം അരി, അതായത് ഒരു കുടുംബത്തിൽ 2 ആളുകൾ ഉണ്ടെങ്കിലും 2 ആളുകൾക്കൂടെ എന്താണ് 20 കിലോ അരി വീതം എക്സ്ട്രാ കൊടുക്കും. അതായത് 40 കിലോ അരി കൊടുക്കും. അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും അദ്ദേഹം വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 20 കിലോ അരി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സൗജന്യമായിട്ട് നൽകും എന്ന ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചത് കൊണ്ട് പലപ്പോഴും അവിടെ ഒരു പോസിറ്റീവ് സൈൻ എവിടെ ഈ വാക്സിൻ അഡ്മിനിസ്ട്രേഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഈ വാർത്ത. അപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത് ഇത്രയേ ഉള്ളൂ, എത്ര വയസ്സിന് മുകളിലാണ്? 45 വയസ്സിന് മുകളിൽ. എത്ര കിലോ അരിയാണ്? 20 കിലോ അരി. ഏതാണ് സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഈ 3 കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ് ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ ഗവേണൻസ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, അടിസ്ഥാനം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. ഈവൻ നമുക്കറിയാം പലപ്പോഴും ഈ ട്രസ്റ്റ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവർണൻസിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും urban local bodies we find that citizens default position is low trust. Their past experiences where requests have not been responded. ഒന്ന്, പലപ്പോഴും അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നാണ് ഈ ട്രസ്റ്റ് കുറയാനുണ്ടായ കാരണം. പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുക. 2, കറപ്ഷൻ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുക അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഈവൻ ദോ കൈക്കൂലി കൊടുത്താലും എന്താണ് അവരുടെ ആവശ്യങ്ങൾ നടന്ന് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഈ ആളുകൾക്ക് ഗവർണൻസിൽ ട്രസ്റ്റ് കുറയുന്നത്. ഇത്തരത്തില് ഒരു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ റിവാമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു ഇമ്പാക്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിസെൻഗേജ്മെന്റ് നത്തിങ് വിൽ ഹാപ്പൻ മൈൻഡ് സെറ്റ്.
അതായത് ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുകയുള്ളൂ. ഇനി മുതൽ അല്ലെങ്കിൽ ഇതിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം, ഈവൻ ദോ വോട്ട് ചെയ്യുന്നത് പോലും ഒരു പ്രയോജനകരമല്ലാത്ത അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഇത് ഇങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ വിധി എന്ന് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ഫോം ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ലോ ട്രസ്റ്റ് സഹായകമാകുന്നത്. ഇവരെ എങ്ങനെയാണ് റിവാമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. യു വിൽ ഹാവ് ടു ഫോളോ സിറ്റിസൺ ചാർട്ടർ വെരി എഫക്റ്റീവ്ലി. അതായത് സിറ്റിസൺ ചാർട്ടേഴ്സിനെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈംലി സർവീസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. മൂന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗ്രീവൻസ് റിഡ്രസലാണ് അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ ട്രസ്റ്റ് വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസലാണ്. തർക്ക പരിഹാരങ്ങളും അല്ലെങ്കിൽ പരാതികൾ മുഴുവൻ കൃത്യമായിട്ടും കേൾക്കുകയും അതിന് വേണ്ടുന്ന ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സഹായകരമാകുന്ന ഒന്ന്. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആന്ധ്രയിൽ എടുത്തിരിക്കുന്ന ഈ ഗവൺമെന്റ് ഫൗണ്ടേഷൻ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതായത് നമുക്കറിയാം, ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അതിന്റെ ഓരോ ലെവൽ ഓഫ് അഡ്വാൻസ്മെന്റും ഇദ്ദേഹത്തിന് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നു. ഈവൻ അവരുടെ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു, അതിനുശേഷം വെരിഫിക്കേഷൻ വിടുന്നുണ്ട്. അതിനൊക്കെ എന്താണ് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് മെസ്സേജ് കിട്ടുന്നുണ്ട്. ആ മെസ്സേജിന് ശേഷം എന്താണ് ഓരോ ലെവൽ ബൈ ലെവൽ അഡ്വാൻസ്മെന്റും ഈ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നു. ദാറ്റ് മീൻസ് വിൽ ഹാവ് ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ആസ് വെൽ. സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ ആന്ധ്രയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. ഒരു സർവീസ് ഒരു വ്യക്തി അല്ലെങ്കിൽ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർ റേറ്റിംഗ്, ഒരു ഫീഡ്ബാക്കുകൾ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്കുകൾ എടുക്കുമ്പോൾ, അതായത് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ അദ്ദേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു കോൾ ഹിം ഓർ ഹെർ ടു കളക്ട് ദ ഫീഡ്ബാക്ക്. ഒരു വ്യക്തിയുടെ നിന്ന് ഫീഡ്ബാക്ക് നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുവാനുള്ള അല്ലെങ്കിൽ അറിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു റിവാമ്പ് ഉണ്ടാകാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? The trust is the basic factor for every system of relationship. So that we will have to enhance the trust between the government and the people. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. നമുക്കറിയാം, റീസെന്റ് ഒരു യുദ്ധസമാന അല്ലെങ്കിൽ യുദ്ധം തന്നെയായിരുന്നു ഗാസ സ്ട്രിപ്പും അല്ലെങ്കിൽ പാലസ്തീനും നമ്മളുടെ ഇസ്രയേലും തമ്മിൽ നടന്നത്. എന്തായിരുന്നു കാരണം എന്ന് പറയുന്നത്? ഇതിനകത്ത് രണ്ട് ഘടകമുണ്ട്, ഗാസയിലും ഇസ്രായേലിലും. ഗാസയിലേക്ക് ഇസ്രായേൽ മിസൈലുകൾ ഇട്ടു, ഗാസയും മിസൈലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഗാസ സ്ട്രൈക്ക് ചെയ്തത് എവിടെ നിന്നുകൊണ്ടാണ്? ജനങ്ങളുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ, സിവിക് സൊസൈറ്റിയുടെ, സിവിലിയൻസിനെ അല്ലെങ്കിൽ ഒരു സിവിലിയനെ പരിചയമാക്കിക്കൊണ്ടതാണ് ഈ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പലപ്പോഴും ഇവർ ഫൈറ്റ് ചെയ്ത ഹമാസ് ഫൈറ്റ് ചെയ്തത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ഈ ജനങ്ങളെ അല്ലെങ്കിൽ ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അകത്തു നിന്ന് അല്ലെങ്കിൽ ഒരു സിവിക് അല്ലെങ്കിൽ സിവിലിയന്റെ വീടിനെ എന്താണ് ഒരു ആംസ് സൂക്ഷിക്കുന്ന സ്ഥലവും അവിടെ നിന്ന് ഈ ആംസ് ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെയാണ് ഈ പർട്ടിക്കുലർ ശക്തി ഏത് തന്നെ ആയിക്കോട്ടെ അവര് പരിചയമാകുന്നത്. അത്തരത്തിൽ ഇസ്രായേൽ അത്ര ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് ശക്തി തിരിച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ, റിറ്റാലിയേറ്റ് ചെയ്യുമ്പോൾ, they will be having a tremendous civilian ലോസ് ഓഫ് ലൈഫ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ സിവിലിയൻസിന്റെ അല്ലെങ്കിൽ സാധാരണ പൗരന്മാരുടെ ജീവിതം അല്ലെങ്കിൽ ജീവനും അല്ലെങ്കിൽ സ്വത്തുമാണ് നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ തലങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ജനങ്ങളെയാണ് കൂടുതൽ കൊന്നെടുക്കുന്ന എന്നൊരു സാധ്യതയിലേക്ക് എത്തും. എനിവേ, ഇവിടെ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മിക്കാം. I know not what happens World War III will be fought, but World War IV will be fought with stones and sticks. അതായത് അദ്ദേഹം പറഞ്ഞത് മൂന്നാം ലോകമഹായുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തു തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് വലിയ തീർച്ചയില്ല. എന്നാൽ നാലാം ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത്
കല്ലുകളും വടികളും മാത്രമായിരിക്കും എന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. അതായത് ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ശരി, അത് ഉണ്ടാക്കി വെക്കുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ നാശങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അതായത് അതിൽ രണ്ട് രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് സിവിലിയൻ ഇന്നസെന്റ് ലൈഫ് പ്ലസ് ആർമി പേഴ്സണൽ. ഇതിനൊക്കെ ഒരു യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, which derived from the doctrine of military ethics. Doctrine of military ethics. ഇതിന് പ്രധാനമായിട്ട് രണ്ട് ഹെഡുകളാണുള്ളത്. ഒന്ന് ജസ് അഡ് ബെലം അല്ലെങ്കിൽ റൈറ്റ് ടു ഗോ വാർ. റൈറ്റ് ടു ഗോ വാർ. രണ്ട് റൈറ്റ് ജസ് ഇൻ ബെലോ അല്ലെങ്കിൽ റൈറ്റ് കോണ്ടാക്ട് ഇൻ വാർ. അതായത് യുദ്ധമുഖത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ നിർണയിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ജസ് ഇൻ ബെലം അല്ലെങ്കിൽ റൈറ്റ് ടു ഗോ വാറിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ചില പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ഉണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഹാവിങ് എ കോസ്റ്റ്. ഒരു ജസ്റ്റ് അല്ലെങ്കിൽ അതായത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഉണ്ടായിരിക്കണം യുദ്ധത്തിന്. രണ്ട് അല്ലെങ്കിൽ റീസൺ ടു ഗോയിങ് വാർ നീഡ് ടു ബി ജസ്റ്റ്. അതായത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ട്, ഒരു യുദ്ധത്തിന് പോകണമെങ്കിൽ. രണ്ട്, ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു പബ്ലിക് അതോറിറ്റി ആയിരിക്കണം. അതായത് ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു എന്താണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി വേണം ഇതിനെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു മേഖലയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു ജസ്റ്റ് അതോറിറ്റി ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് എന്താണ്, ഇറ്റ് മസ്റ്റ് ബി ഡൺ ആസ് എ ലാസ്റ്റ് റിസോർട്ട്. മറ്റ് ഓൾട്ടർനേറ്റീവ്സുകളെല്ലാം അവസാനിക്കുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഇമ്മീഡിയറ്റ്ലി തീരുമാനിക്കേണ്ട ഒന്നല്ല യുദ്ധം എന്ന് പറയുന്നത്. പ്രധാന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി ഹാവിങ് എ ജസ്റ്റിഫയബിൾ റീസൺ. രണ്ട്, ഇറ്റ് മസ്റ്റ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ പബ്ലിക് അതോറിറ്റി. മൂന്ന്, ഇറ്റ് മസ്റ്റ് ബി ഡൺ ആസ് ദ ലാസ്റ്റ് റിസോർട്ട്. എന്നാൽ ഇനി ചിന്തിക്കേണ്ടത് എന്താണ്, അടുത്ത ഒരു പ്രധാനപ്പെട്ട റൈറ്റ് കോണ്ടാക്ട് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി മസ്റ്റ് ബി ഡിസ്കസ്ഡ്. എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ട് നശിക്കപ്പെടാൻ സാധ്യതയുള്ള ഏത് തരത്തിലുള്ള സിവിലിയൻ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ശരി, അതായത് പ്രൊപ്പോർഷണാലിറ്റി മേക്ക് ഷുവർ ദാറ്റ് the harm caused to civilians or civilian property is not excessive in relation to the military advantage anticipated. അതായത് ഈ മിലിറ്ററി അഡ്വാൻറ്റേജ് കൊണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധ നടപടികൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഔട്ട്കമിനേക്കാൾ കുറവ് നഷ്ടങ്ങളാണ് ഈ സിവിലിയൻ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസ് ഡിസ്ട്രക്ഷൻ പോലുള്ള ഒരു ഫെയർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡൺ ടു ദ വാർ പ്രിസണേഴ്സ്. അതായത് യുദ്ധ തടവുകാരായി പിടിക്കുന്നവരോട് ഫെയർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡൺ. അതുപോലെ തന്നെ എന്താണ് മാസ് ഡിസ്ട്രക്ഷൻ, മാസ് റേപ്പിംഗ് പോലുള്ള ഒരു തരത്തിലുള്ള ഇമ്മോറൽ മെത്തേഡ്സും എവിടെ ഉപയോഗിക്കാൻ പാടില്ല, യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഡോക്ട്രിൻ ഓഫ് മിലിറ്ററി എത്തിക്സിന്റെ അല്ലെങ്കിൽ ജസ് ആൻഡ് ബെലോ അല്ലെങ്കിൽ റൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. എന്താണ്, ഏത് തരത്തിലുള്ള യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുൻപും ദ പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസ് മീൻസ് ദാറ്റ് ബിഫോർ എവറി മിലിറ്ററി സ്ട്രൈക്ക് മിലിറ്ററി കമാൻഡർ മസ്റ്റ് access two factors. ഒന്ന്, they must examine the concrete and direct military advantage anticipated from an attack when actually a neutralization of some target would have a higher advantage than others. In order to offer such advantage, the target must be a military target such as weapon depot. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മിലിറ്ററി നടപടികളിലേക്ക് അല്ലെങ്കിൽ യുദ്ധ നടപടിയിലേക്ക് പോകുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്,
ഇത് ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ന്യൂട്രലൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി അഡ്വാൻറ്റേജിലേക്കോ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മിലിറ്ററി അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോൾ സിവിലിയൻ ലോസ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കണം. രണ്ട്, ദ കമാൻഡേഴ്സ് മസ്റ്റ് അസസ് based on reasonably available information the time of attack what their expected collateral damage would be. ഇതിൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. They must access how many civilians if any will be present in the area of the planned attack. അപ്പൊ അതിനകത്ത് എത്ര സിവിലിയൻസിന് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. They must access the extent of expected damage to civilian property including indirect damage is to be accounted for such an infrastructure. They must implement all feasible precautions to mitigate all these losses. ഇത്തരത്തിൽ ലോസുകൾ ഉണ്ടാകുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അതിന് വേണ്ടുന്ന ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ സിവിലിയൻ ലോസുകൾ, സിവിലിയൻ ഒബ്ജക്റ്റുകളുടെ ലോസുകൾ കുറയ്ക്കാനുള്ള പല ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടാവണം? ഈ മിലിറ്ററി ഭാഗത്തുനിന്നുണ്ടാവണം. If the assessment of the two factors leads to the conclusion that expected damage to the civilians or civilian objects is deemed excessive in relation to the anticipated military advantage, carrying out at attack would be unlawful. അതായത് ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളും നിയമപര അല്ലെങ്കിൽ ഒരു യുദ്ധ കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ്. ഇത് എഴുതിയിരിക്കുന്നത് മൈക്കൽ ഗൗർ അറീഷ് is a senior Israeli diplomat ആണ് in favor of ഇസ്രായേൽ. അതിനകത്ത് ഹമാസിന്റെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും അഡ്വാൻറ്റേജിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. വി ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ഓൾ ദോസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. വി ജസ്റ്റ് ഗോ ത്രൂ ഡോക്ട്രിൻ ഓഫ് മിലിറ്ററി എത്തിക്സ് ആൻഡ് ആസ് വെൽ ആസ് ദ പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഇല്ലീഗൽ അഡോപ്ഷൻ. നമ്മൾ മെയ് 15-ാം തീയതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. കാര ഇൻവോൾവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി വിൽ ഹാവ്, നിങ്ങൾ ഒന്നെങ്കിൽ അത് പുറകോട്ട് പോവുക. ഇന്നത്തെ പത്രത്തിൽ, ഇന്നത്തെ ഹിന്ദുവിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള കാര ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, അതായത് കേര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് CARA. ഈ കാരയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എടുക്കുന്ന ഓരോ അഡോപ്ഷനും ഇല്ലീഗൽ ആണ്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ഇന്ന് തന്നിട്ടുണ്ട്. So that CARA is very important nowadays, and please go through the articles of May 15th, the Hindu News. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്ലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ആർട്ടിക്കിൾ കൂടി ഉണ്ട്. ആർട്ടിക്കിൾ അല്ല, FBI-യുടെ ഒരു ഓപ്പറേഷൻ. അതായത് 800-ഓളം വരുന്ന ക്രിമിനലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ട്രോജൻ ഷീൽഡ് എന്നാണ് അതിന്റെ പേര്. അത് പ്രിലിംസിന് അല്ലെങ്കിൽ നമ്മളുടെ PSC എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓപ്പറേഷൻ ട്രോജൻ ഷീൽഡ് ആണ് FBI കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ANOM. ഇതൊക്കെ ഇത് രണ്ടൊന്ന് വായിച്ചു നോക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വായിക്കുക. Please prepare your notes and good luck.